നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണ കലാശക്കൊട്ടിനിടെ പട്ടാമ്പിയിലുണ്ടായ സംഘർഷത്തിൽ ഒരു പോലീസുകാരൻ ഉൾപ്പെടെ 5 പേർക്ക് പരിക്ക്. LDF, UDF പ്രവർത്തകരാണ് ഏറ്റുമുട്ടിയത്. ഇരു മുന്നണികളുടെയും പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണ കലാശക്കൊട്ടിലായിരുന്നു പട്ടാമ്പിയിൽ ഇരു മുന്നണികളും തമ്മിൽ സംഘർഷാവസ്ഥ ഉണ്ടായത്. UDFന്റെയും LDFന്റെയും പ്രചരണ റാലികൾ കടന്നുപോകുന്നതിനിടെയായിരുന്നു പ്രവർത്തകർ തമ്മിൽ ഉണ്ടും തള്ളും തുടർന്ന് കല്ലേറും നടന്നത്. പോലീസ് ലാത്തി വീശുകയും ചെയ്തു. 3 LDF പ്രവർത്തകർക്കും ഒരു UDF പ്രവർത്തകനും ഒരു പോലീസുകാരനും അക്രമ സംഭവങ്ങളിൽ പരിക്ക് പറ്റി. ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. UDFന്റെ റാലി കൽപ്പക സ്ട്രീറ്റിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്കും LDFന്റെ റാലി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് കൽപ്പക സ്ട്രീറ്റിലേക്കുമായിരുന്നു നിശ്ചയിച്ചിരുന്നത്. പോലീസ് സ്റ്റേഷന് സമീപത്തെത്തിയപ്പോഴായിരുന്നു ഇരു മുന്നണികളുടെയും റാലികൾ മേലെ പട്ടാമ്പിയിലെത്തിയപ്പോഴായിരുന്നു സംഘർഷാവസ്ഥ ഉണ്ടായത്. തുടർന്ന് നേതാക്കളും പോലീസും ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിക്കുകയായിരുന്നു. പരിക്കേറ്റ പ്രവർത്തകരെ ഇരു മുന്നണി നേതാക്കന്മാരും സ്ഥാനാർത്ഥികളും സന്ദർശിക്കുകയും ചെയ്തു. ആഴ്ചകൾ നീണ്ട വാശിയേറിയ പ്രചാരണങ്ങൾക്കൊടുവിൽ കൂറ്റനാട് സെന്ററിൽ കൊട്ടിക്കലാശം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം അവസാനിച്ചതോടെ അവസാനവട്ട വോട്ടും ഉറപ്പിക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. വാദ്യമേളവും കാവടിയാട്ടവുമെല്ലാമായി ഉത്സവലഹരിയിലാണ് കൂറ്റനാട് സെന്ററിൽ നടന്ന കൊട്ടിക്കലാശം സമാപിച്ചത്. വാശിയേറിയ മത്സരം നടക്കുന്ന തൃത്താല മണ്ഡലത്തിൽ കൊട്ടിക്കലാശത്തിന്റെ ആവേശം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. പ്രധാന നഗരങ്ങളിലെല്ലാം മുന്നണികൾ ശക്തിപ്രകടനം നടത്തി. രാവിലെ മുതൽ തന്നെ സ്ഥാനാർത്ഥികളെല്ലാം റോഡ് ഷോകളും ശക്തിപ്രകടനങ്ങളുമായി മണ്ഡലത്തിൽ സജീവമായിരുന്നു. പ്രമുഖ നേതാക്കളെയെല്ലാം അണിനിരത്തിക്കൊണ്ടുള്ള വമ്പൻ റോഡ് ഷോകളാണ് അവസാന ദിനത്തിൽ മണ്ഡലങ്ങളിൽ ഉടനീളം നടന്നത്. വൈകിട്ട് കൂറ്റനാട് സെന്ററിൽ നടന്ന കൊട്ടിക്കലാശത്തിൽ അണികളിൽ ആവേശം നിറച്ച് LDF സ്ഥാനാർത്ഥി MB രാജേഷ്, UDF സ്ഥാനാർത്ഥി VT ബൽറാം, NDA സ്ഥാനാർത്ഥി V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, SDPI സ്ഥാനാർത്ഥി ഷഹീർ ചാലിപ്പുറം എന്നിവർ പങ്കെടുത്തു. കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു കൂറ്റനാട്ടെ കൊട്ടിക്കലാശം. 4 പാർട്ടികൾക്കുമായി കൂറ്റനാട് ജംഗ്ഷനിലെത്തുന്ന 4 റോഡുകളാണ് കൊട്ടിക്കലാശത്തിനായി പോലീസ് അനുവദിച്ചത്. പരസ്യപ്രചാരണം അവസാനിച്ചതോടെ മുന്നണികൾ നിശബ്ദ പ്രചാരണത്തിലേക്ക് കടന്നു. പരമാവധി വോട്ടർമാരെ വീടുകളിൽ നേരിട്ടെത്തിക്കണ്ട് വോട്ടുറപ്പിക്കാനാണ് സ്ഥാനാർത്ഥികളുടെ നീക്കം. എല്ലാ ബൂത്തുകളിലും വോട്ടിങ്ങിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായി വരികയാണ്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി പോലീസിനെയും കേന്ദ്രസേനയെയും വിവിധയിടങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ പോളിംഗിനുള്ള സാമഗ്രികളുടെ വിതരണം 3 കേന്ദ്രങ്ങളിൽ നടന്നു. ഓരോ കേന്ദ്രങ്ങളിലും 4 മണ്ഡലങ്ങളിലേക്കുമുള്ള പോളിംഗ് സാമഗ്രികളാണ് വിതരണം ചെയ്തത്. ജില്ലയിൽ ഇത്തവണ 3 കേന്ദ്രങ്ങളിൽ നിന്നുമാണ് പോളിംഗ് ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രിയുടെ വിതരണം നടന്നത്. പട്ടാമ്പി, തൃത്താല, ഷൊർണൂർ, ഒറ്റപ്പാലം മണ്ഡലങ്ങളിലെ പോളിംഗ് സാമഗ്രിയുടെ വിതരണം പത്തിരിപ്പാല മൗണ്ട് സീന ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വെച്ചായിരുന്നു നടത്തിയത്. ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ, തരൂർ മണ്ഡലങ്ങളിലേക്കുള്ള സാമഗ്രിയുടെ വിതരണം പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലും കോങ്ങാട്, മലമ്പുഴ, പാലക്കാട്, മണ്ണാർക്കാട് മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് സാമഗ്രിയുടെ വിതരണം അകത്തേത്തറ NSS എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചുമാണ് നടത്തിയത്. രാവിലെ തന്നെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങുവാൻ ഇവിടങ്ങളിൽ എത്തിയിരുന്നു. വലിയ തിരക്കാണ് ഇവിടങ്ങളിൽ അനുഭവപ്പെട്ടത്. പോലീസ് ഉദ്യോഗസ്ഥരും പോളിംഗ് ഓഫീസർമാരടക്കം 5 പേരാണ് ഒരു ബൂത്തിൽ നിന്നും പോളിംഗ് സാമഗ്രികൾ വാങ്ങാൻ എത്തിയത്. പത്തിരിപ്പാലയിലെ കേന്ദ്രത്തിൽ നിന്നും 4 മണ്ഡലങ്ങളിൽ നിന്നുമായി 902 ബൂത്തുകളിലേക്കുള്ള സാമഗ്രികളാണ് വിതരണം ചെയ്തത്. പോളിംഗ് കഴിഞ്ഞ് സാമഗ്രികൾ ഇവിടെ തന്നെ കൊണ്ടുവരികയും വേണം. തൃത്താല ഉൾപ്പെടെയുള്ള കിലോമീറ്ററുകൾക്കപ്പുറത്ത് വെച്ച് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നതും ഇത്തവണ ഉദ്യോഗസ്ഥരെ ചെറുതോതിൽ വലച്ചിട്ടുണ്ട്. രാവിലെ 8 മണിയോടെ തന്നെ വിതരണ നടപടികൾ ആരംഭിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് യന്ത്രങ്ങൾ സ്വീകരിക്കുന്നതിനും നടപടിക്രമങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സ്ട്രോങ് റൂമുകളിൽ ഗസ്റ്റ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ 24 മണിക്കൂർ നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്.
തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച UDF വരവൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൈക്ക് റാലിയും കൊട്ടിക്കലാശവും നടത്തി. ബൈക്ക് റാലി കുമരപ്പനാലിൽ നിന്നും തുടങ്ങി തളി സെന്ററിൽ സമാപിച്ചു. ജാഥ UDF ചെയർമാൻ M. വീരചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാദ്യാഘോഷത്തിന്റെ അകമ്പടിയിൽ കൊടികളും സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ പതിച്ച പ്ലക്കാർഡുകളുമായി 100ഓളം പ്രവർത്തകരും പങ്കെടുത്തു. കൊപ്പം നടുവട്ടം രായിരനെല്ലൂർ ക്ഷേത്രത്തിൽ നവജാത ശിശുവിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഒരു ദിവസം പ്രായമുള്ള ആൺകുട്ടിയെയാണ് കണ്ടെത്തിയത്. കൊപ്പം രായനെല്ലൂർ മലയ്ക്ക് താഴ്വാരത്തെ രായനെല്ലൂർ ദുർഗാദേവി ക്ഷേത്രത്തിന്റെ മതിലിനകത്താണ് നവജാത ശിശുവിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ക്ഷേത്ര ഗേറ്റ് തുറന്നാണ് കുട്ടിയെ അകത്ത് കടത്തിയിരിക്കുന്നത്. പുലർച്ചെ 5 മണിക്ക് ക്ഷേത്ര പ്രദക്ഷിണ വഴിയിലൂടെ നടക്കാനെത്തിയ പാണപ്പറമ്പിൽ അയ്യപ്പനാണ് കുട്ടിയുടെ കരച്ചിൽ കേട്ട് കുട്ടിയെ കണ്ടെത്തിയത്. തുടർന്ന് ക്ഷേത്ര ഭാരവാഹികളെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഇവർ കൊപ്പം പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് നേഴ്സിന്റെയും ആംബുലൻസിന്റെയും സഹകരണത്തോടെ സ്ഥലത്തെത്തി കുട്ടിയെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്കും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി. ആൺകുട്ടിയെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. കുട്ടി ആരോഗ്യവാനാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. സമീപ പ്രദേശത്തെല്ലാം പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. കുട്ടിയെ ആരാണ് ഇവിടെ കൊണ്ടുവന്നതെന്നോ കുട്ടിയുടെ മാതാപിതാക്കൾ ആരാണെന്നോ വ്യക്തമായിട്ടില്ല. നവജാത ശിശുവിനെ കണ്ടയുടൻ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നുവെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗവും ക്ഷേത്ര ഭാരവാഹിയുമായ ബാലചന്ദ്രൻ പറഞ്ഞു. ഇന്ന് രാവിലെ 5 മണിക്കാണ് ഇവിടെ നടന്നുകൊണ്ട് ഇവിടെ ഈ മോർണിംഗ് വാക്ക് നടക്കുന്ന പാണപ്പറമ്പിലെ മുത്തു, അയ്യപ്പൻ എന്ന മുത്തു, അവൻ ഇതിവിടെ ഇതിന് വാക്കിംഗ് നടക്കാറുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇന്നമാതിരി ഒരു കുട്ടിയുണ്ട് അവിടെ അമ്പലത്തിലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ ഉറക്കത്തിലായിരുന്നു. ഞാൻ ഇന്ന് സാധാരണ ഞാനും നടക്കാറുണ്ട്. അപ്പോൾ ഞാൻ വന്നില്ല. അപ്പോൾ എവിടെ ഏത് കുട്ടിയാണ്, എത്ര വയസ്സായ കുട്ടി, എന്താണ്? അപ്പം ഞാൻ വിചാരിച്ചു പല കുട്ടികളും അവിടെ എവിടെയും കാണാതെ അവരെ കണ്ടു, അങ്ങനെ എന്തെങ്കിലും ആവുന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ പറഞ്ഞ അല്ല, ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞു. ചെറിയ കുട്ടി എത്രയാണെന്ന് വെച്ചാൽ വളരെ ചെറുതാണ്. അപ്പം ഞാൻ അവിടെ നിങ്ങൾ പോയി നോക്കി, അവിടെ നിന്ന് ആ കുട്ടി നിങ്ങൾ വരുമ്പോഴേക്ക് കുട്ടി ഇവിടുന്ന് പോവുകയും ചെയ്തു. നമ്മൾ പോലീസിൽ വിവരം അറിഞ്ഞ ശേഷം കുട്ടീനെ കണ്ടില്ലേ ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ അവിടെ തന്നെ മടങ്ങി പോകുന്നില്ല. ആ കുട്ടിയുടെ അടുത്ത് നിന്നിട്ട് ഇങ്ങോട്ട് വിളിക്കുന്നിട്ട് ഞാൻ വിളിച്ചു പറയാൻ നടന്നു. പിന്നെ ആ കുട്ടിയുടെ അടുത്ത് വന്നു പറഞ്ഞപ്പോൾ വളരെ ചെറിയ കുട്ടിയാണ്, ഒരു ദിവസത്തെ പ്രസവിച്ചിട്ടായിട്ടുള്ളൂ ഉള്ളത്. ഞാനും നോക്കിയപ്പോൾ കണ്ടു. അപ്പോൾ പിന്നെ അപ്പം തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് 5-10 മിനിറ്റിനുള്ളിൽ തന്നെ പോലീസ് വന്നു. ആംബുലൻസ് ആയിട്ട് വന്നു. വനിതാ പോലീസ് എല്ലാം ഉണ്ടായിരുന്നു. അവർ ഇവിടെ വന്നിട്ട് കുട്ടീനെ കൊണ്ടുപോയി. നേരെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയി. അവിടെ നിന്നുള്ള അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ അവിടുന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്തത്. ആൺകുട്ടിയാണ് കുട്ടി. 1 കിലോ 800 ഗ്രാം കുട്ടിയുടെ വെയിറ്റ് ഉണ്ട്. കുട്ടി അത്യാവശ്യം ആരോഗ്യവാനായിട്ടാണ് കാണുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നും കുട്ടിക്കില്ല. വന്ന സമയത്ത് കുട്ടിയുടെ മുഖത്തൊരു മുണ്ടുണ്ടായിരുന്നു. ആ കുട്ടിയായത് ആ ശ്വാസം മുട്ടന്മാർ തോന്നിയപ്പോൾ ഞാനൊന്നെയാണ് ആ മുഖത്തുനിന്ന് മുണ്ട് മാറ്റി. അപ്പോൾ പിന്നെ കുട്ടി കുറച്ച് ഉഷാറൊക്കെ ആയി. പിന്നെ അപ്പോൾ കുറച്ച് നേരം കടന്നതിൻ്റെയും ഒരു ചടപ്പുണ്ടാവും, അല്ലാതെ കറിയൊന്നും ചെയ്തിരുന്നില്ല. പിന്നെ ആശുപത്രി പോയതിന് ശേഷം വളരെ. കൂറ്റനാട് മല റോഡ് സെന്ററിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയായിരുന്നു അപകടം. കാറിന് പുറകിലേക്ക് ബൈക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ തൃത്താല തലക്കശ്ശേരി സ്വദേശിക്കാണ് പരിക്കേറ്റത്. ഇയാളെ ഉടൻ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുടത്തിൽ തല കുടുങ്ങിയ തെരുവ് നായ്ക്ക് രക്ഷകരായി ക്ലബ്ബ് അംഗങ്ങളും ഡിവൈഎഫ്ഐ പ്രവർത്തകരും. ദേശമംഗലം കടുകുശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. ചൊവ്വാഴ്ച രാവിലെ കുടത്തിൽ തല കുടുങ്ങിയ നിലയിൽ നായയെ കണ്ട ചേലാത്ത് നാരായണി ദേശമംഗലം പഞ്ചായത്ത് 15-ാം വാർഡ് മെമ്പർ സരിതയെ വിവരമറിയിച്ചു. തുടർന്ന് മെമ്പർ യൂത്ത് വിംഗ് ക്ലബ്ബ് കടുകുശ്ശേരി പ്രവർത്തകരെയും വിവരമറിയിക്കുകയായിരുന്നു. ക്ലബ്ബ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ രാത്രിയോടെ നായയെ പിടികൂടി. സുരക്ഷയ്ക്കായി നായയെ കെട്ടിയിട്ട ശേഷം കുടം കട്ടർ ഉപയോഗിച്ച് അറുത്തെടുത്ത് രക്ഷപ്പെടുത്തുകയായിരുന്നു. കൃഷ്ണൻകുട്ടി, രഞ്ജിത്ത്, രാജൻ, അജിത് തുടങ്ങിയ ക്ലബ്ബ് അംഗങ്ങളാണ് തെരുവുനായെ രക്ഷപ്പെടുത്തുന്നതിന് നേതൃത്വം നൽകിയത്. പട്ടാമ്പി പെരുമുടിയൂർ ശിവക്ഷേത്രത്തിൽ നടത്തിവരുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി സംഗീത സദ്യ നടന്നു. നിരവധി പേർ പരിപാടി ആസ്വദിക്കാൻ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. പെരുമുടിയൂർ ശിവക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായാണ് സംഗീത സന്ധ്യ അരങ്ങേറിയത്. പാട്ടിന്റെ പാലാഴി ഭക്തജനങ്ങൾക്ക് ഹൃദയാനുഭൂതിയായി മാറുകയും ചെയ്തു. ചലച്ചിത്ര പിന്നണി ഗായകൻ പ്രശാന്ത് പുതുക്കരിയും സംഘവുമാണ് പാട്ടിന്റെ പാലാഴി തീർത്തത്. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ
യുടെ അനുമോദനവും ഭാവസത്താഹ സംഘാട സമിതിക്ക് വേണ്ടി മുരളി പെരുമുടിയൂർ ഉപഹാരങ്ങളും സമ്മാനിച്ചു. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.